മാലിന്യ കൂമ്പാരം എന്ന് പറയുന്ന ക്യാമ്പിൽ ഒരു ദിവസം കൊണ്ട് മാലിന്യ കൂമ്പാരം ഉണ്ടാവില്ലോ. ഞാൻ ക്യാമ്പിലെ കാര്യം പറയുന്നത്. സ്വാഭാവികമാണ്, കറക്റ്റാണ് പറഞ്ഞത്. നമുക്ക് വെള്ളം ഒന്നിച്ച് ടൗണിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി വരെ വെള്ളത്തിൻ്റെ പ്രശ്നത്തിലാണ് നമ്മൾ. ഇന്ന് രാവിലെയോട് കൂടിയാണ്, അതായത് റാന്നിയിലെ വെള്ളം ഇറങ്ങി വരുമ്പോഴാണ് പിന്നീട് ആറന്മുള വെള്ളം കയറുക, പമ്പയുടെ തീരങ്ങളിൽ വെള്ളം കയറുക. അപ്പോൾ ആ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുന്നേ ഉള്ളൂ, വെള്ളം ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ രാവിലത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിലൂടെ ആ നഗരത്തിലുള്ള മാലിന്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളൊക്കെ ഇത് കരയ്ക്കും പല ഭാഗങ്ങളടിയും. പക്ഷേ ഇന്നാണത്, അത് നീക്കം ചെയ്യാനുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. അപ്പോൾ അതിനൊരു സമയം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അത്തരം നടപടിയിലേക്ക് പോകും. ഞാൻ പറയട്ടെ, രക്ഷാപ്രവർത്തനങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇത്തരം ക്ലീനിങ് പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ദുരന്തങ്ങളിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ. ഇനി ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം അത്ര എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ട്, കുറേ റിപ്പോർട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓരോ ജില്ലയിലും വീട് തകർന്നു. പക്ഷെ അതൊന്നും ഒരു ഫൈനലല്ല. അപ്പോൾ ഇന്നും കൂടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും എടുക്കും. അപ്പോൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയും പോകണം. ഇത്തരം ക്ലീനിങ് ഉണ്ട്. ഒരു വെള്ളം വന്നു പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് എത്രമാത്രം പ്രയാസങ്ങളുണ്ടാവും. അത് ക്ലീൻ ചെയ്യേണ്ട സമയമുണ്ട്. ഇന്നൊക്കെ ചെയ്യും. ഇന്ന് വെള്ളം ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? വെള്ളം ഇറങ്ങുന്ന ആ നിമിഷത്തിൽ തന്നെ മാലിന്യങ്ങളൊക്കെ നീക്കി പോകണമെന്നാണ്. സ്വാഭാവികമാണ്, അത് തെറ്റില്ല. പക്ഷേ നമ്മൾ അടിയന്തരമായി തന്നെ ഇന്ന് തന്നെ അതൊക്കെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യും. ഇല്ല, നമുക്ക് അവിടെ ഒരു പത്തനംതിട്ട മാത്രമാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് യാനം ബോട്ട് കൊണ്ടുവരേണ്ടി വന്നു. നമ്മൾ ഫയർഫോഴ്സ് ഉപയോഗിക്കുന്ന ബോട്ട് മതിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ കൊല്ലം നമുക്ക് യാനെന്ന് പറയുന്ന വലിയ ബോട്ട്, മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ട് നമ്മൾ കൊണ്ടുവരേണ്ട സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബോട്ടും അനുബന്ധമായ ആളുകളും ഇന്നലെ തന്നെ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ജില്ലാ കളക്ടർ കൊല്ലം ഇടപെട്ട് അങ്ങോട്ട് ബോട്ടുകൾ അയച്ച് അതിൻ്റെതായ സർവീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരുപാട് സമയം കുടുങ്ങിക്കിടക്കുകയും അങ്ങനെ അമിതമായ എണ്ണം ആളുകൾ പല വീടുകളിലായിട്ട് കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ പ്രദേശത്തുള്ള ആളുകളുടെയും ജനപ്രതിനിധികളും പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉപയോഗിച്ച് തന്നെ അവരുടെയൊക്കെ സേവനം കൊണ്ട് തന്നെ നീക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് 2018 പ്രളയത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മത്സ്യത്തൊഴിലാളി മേഖലയിൽ തീരദേശത്ത് ഞങ്ങൾ അവർക്ക് മാത്രമായിട്ട്, തീരദേശത്ത് താമസിക്കുന്നവർക്ക് മാത്രമായിട്ട് അലർട്ട് കൊടുക്കാറുണ്ട്. കടലിൽ പോകുന്ന കാര്യത്തിലും ഒക്കെ ഞങ്ങൾ അലർട്ട് കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഇന്ന് ഈ ഒരു കാര്യത്തിലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഏറ്റവും ശക്തമായ രീതിയിലുള്ള കടലാക്രമണമാണ് അവിടെയൊക്കെ നടന്നത്. അതുപോലെ തന്നെ തീരദേശങ്ങളിലൊക്കെ തന്നെ പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിതീവ്രമായിട്ടല്ലെങ്കിലും കടലാക്രമണവും അതുപോലെ തന്നെ ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അത് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു സംവിധാനം നിങ്ങൾക്കറിയാമോ. നമ്മുടെയൊക്കെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആളുകൾ വളരെ ജാഗ്രതയോട് കൂടി നിൽക്കും. നമ്മുടെയൊക്കെ മണ്ഡലത്തിലായാലും എവിടെയായാലും ഒരു ചെറിയ രീതിയിലുള്ള തകർച്ചയോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഓടിയെത്തും, ജനപ്രതിനിധികൾ ഓടിയെത്തും, വില്ലേജ് ഓഫീസർ അവിടെ എത്തും. ഏതെങ്കിലും തീരദേശ മേഖലയിൽ അതിന് വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, അവർക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സംവിധാനം ഒരുക്കാൻ എല്ലാ കാലങ്ങളായിട്ടുണ്ട്. അതൊരു സിസ്റ്റമാണ് ഇവിടെ. അത് ഇത് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ അത് പ്രത്യേകിച്ചും പരിശോധിക്കാം. കാരണം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്താ കാര്യം എന്ന് പരിശോധിക്കാം. കാരണം മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ നിരന്തരം നമ്മൾ ബന്ധപ്പെടുന്നതാണ്. കേരളത്തിൽ എല്ലായിടത്തും അറിയില്ലേ. ഇപ്പോൾ മാധ്യമങ്ങളെ ഞങ്ങളറിയാത്ത നിങ്ങളറിയില്ലേ.
അല്ലെങ്കിൽ ജനങ്ങളറിയില്ലേ? അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങളത് കൈകാര്യം ചെയ്യാൻ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ, ഒറ്റപ്പെട്ട ഇത്തരം പരാതികൾ നിങ്ങൾ പരിശോധിക്കും. മറ്റെല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് ചെയ്യാവുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് കുറേ അക്കാര്യത്തിൽ അവെയറാണ്. പക്ഷെ എന്നാലും ഇന്നലെ ഉണ്ടായ 2 അപകടം വളരെ സങ്കടകരമാണ്. കാരണം കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലുമല്ല, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്, അവർക്കാണ് ഈ അപകടം ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടും ഈ മഴ വന്നു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും പരമാവധി വീടുകളിൽ നിൽക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ പോകാതെ, സ്കൂൾ അടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? സ്കൂളിൽ പോകുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സാഹചര്യം, സ്കൂളില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ അവധി പ്രഖ്യാപിക്കുന്നത് സ്കൂളിൽ പോകാതിരിക്കാൻ മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനം മറ്റപകടം ഉണ്ടാവാതിരിക്കാൻ വീട്ടിനകത്ത് ഇരിക്കണം എന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് സ്കൂളൊക്കെ അടച്ചിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ വീട്ടിനകത്ത് ഇരിക്കാനും പുറത്തിറങ്ങി കളിക്കാൻ പോലും വിടാതിരിക്കാനും രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സമയത്തും നമ്മൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും, ഇതൊരു നിലവിൽ ഒരു വളരെ നല്ല സിസ്റ്റം അവിടെ ഉണ്ട്. ട്രോളിങ് വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, അതല്ലാത്ത അപ്രതീക്ഷിതമായ കടലാക്രമണം, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ആ സിസ്റ്റമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു വീഴ്ചയും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. അവർക്ക് ലഭിക്കേണ്ട സഹായം എത്തിക്കും. ഏതെങ്കിലും ഇവിടെ സൂചിപ്പിച്ച പോലെ ഒറ്റപ്പെട്ട ഏതെങ്കിലും കേസ് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവർക്കും കൂടി ആ എല്ലാ ആനുകൂല്യം നൽകാനുള്ള ശ്രമം ഉണ്ടാവും. എവിടെ? ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, ജനങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയും, അതിൽ തർക്കമില്ല. കാരണം നമുക്ക് ക്ലീനിങ് തുടങ്ങേണ്ടത് ഇന്ന് തന്നെയാണ്. കാരണം ഇന്നലെ രാത്രിയുടെ വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത് സന്നദ്ധ സംഘടനകളെ പോലും ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനകം കൊടുത്തു കഴിഞ്ഞു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജീവനക്കാർ അപര്യാപ്തമാണെങ്കിൽ സന്നദ്ധ സംഘടനകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് മാലിന്യ നീക്കം ചെയ്ത് മാലിന്യമുക്തമാക്കാനുള്ള നടപടി ഉണ്ടാവും. വേറെ ഒന്നുമില്ലല്ലോ. 4 മാസ ശമ്പളം കഴിഞ്ഞ ഏപ്രിൽ മുതൽ കൊടുക്കാനുണ്ടായിരുന്നു, ജൂലൈ വരെയല്ല. അതൊരു മാസത്തെ ശമ്പളം അപ്പോൾ അനുവദിച്ചു. ഇനി 3 മാസത്തെ ശമ്പളമുണ്ട്. ഓണത്തിന് മുമ്പ് ഒരു ഗഡു കൂടി കൊടുക്കും. ഇപ്പോൾ ഒരു പുനഃക്രമീകരണത്തിന് വേണ്ടി താൽക്കാലിക ജീവനക്കാരെയാണ് കഴിഞ്ഞ ഗവൺമെൻറ് 2800ഓളം താൽക്കാലിക ജീവനക്കാരെ വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരെ നമ്മൾ സർവേയർമാരെ നിലനിർത്തും. കാരണം അതിനകത്ത് 100 ദിനകർമ്മ പരിപാടി നടത്തേണ്ട കാര്യങ്ങൾ നിലനിർത്തും. ബാക്കിയുള്ളവരെ തൽക്കാലം പിരിച്ചുവിട്ടേണ്ട ഒരു പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഡിജിറ്റൽ സർവേ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ സർവേ കേരളത്തിൽ തുടരും. അത് പുനഃക്രമീകരണം ഉടൻ തന്നെ ഉണ്ടാകും. അവർക്ക് നൽകാനുള്ള ശമ്പളവും ഗവൺമെൻറ് ഉടൻ തന്നെ നൽകും. ഇല്ല, ഇപ്പോൾ നമ്മൾക്ക് അത്തരം ക്യാമ്പുകൾ അതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. എവിടേക്കാണോ ക്യാമ്പ് തുടങ്ങണം, ആളുകൾ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് താഴെ തട്ടിൽ അത് ചെയ്യാം. തഹസിൽദാരും വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ആലോചിച്ച് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇതിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണ് ആവശ്യം വരുന്നത് എന്നുള്ളത് നോക്കി അത് ചെയ്യാവുന്നേ ഉള്ളൂ.